വർക്കിംഗ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കെല്ലാം DDOയുടെ വക ഒരു അറിയിപ്പ് ഓഫീസ് വഴി കിട്ടിക്കാണും. എല്ലാ ജീവനക്കാരും ജനുവരി മാസത്തെ ശമ്പള ബിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപായി അവരവരുടെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓഫീസിൽ സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് ആ അറിയിപ്പ്. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഈ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായും സമർപ്പിക്കേണ്ട ഒന്നാണോ? ഇത് സമർപ്പിച്ചില്ലെങ്കിൽ ശമ്പളം പ്രോസസ്സ് ചെയ്യാതിരിക്കുമോ? ഈ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ? ഇത്തരം സംശയങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ദൂരീകരിക്കാം. എന്നാൽ ഇതിലും അധികം സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻസിൽ ഉൾപ്പെടുത്തിയാൽ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഇനി കൂടുതൽ ആധികാരികമായി അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ ടാക്സിൻ്റെ പ്രൊഫഷണൽസുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് അത് പറഞ്ഞു തരികയും ചെയ്യാം. എന്നാൽ ഇതിനൊക്കെ ആദ്യം വേണ്ടത് എന്താണ്? നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് ലൈക്കായോ ഷെയറായോ ഒക്കെ നിങ്ങൾക്ക് നൽകാനും കഴിയും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ സംശയം, ജനുവരി മാസത്തിൽ എന്തിനാണ് നമ്മൾ IT-യുടെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കുന്നതെന്നാണ്. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഫെബ്രുവരി മാസത്തിലെ ശമ്പളത്തിൽ നിന്ന് ടാക്സിൻ്റെ കിഴിവൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ജനുവരിയിൽ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് കണക്ക് കൂട്ടി എടുക്കുന്നത്. ഇത് ഇങ്ങനെ മാത്രം പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായി കാണണമെന്നില്ല. അതുകൊണ്ടൊരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഇപ്പോൾ എല്ലാ മാസവും പിടുത്തമൊക്കെ കഴിഞ്ഞൊരു 35,000 രൂപ കയ്യിൽ വാങ്ങുന്ന ഒരാളാണ് നിങ്ങളെന്ന് കരുതുക. എത്ര? 35,000 രൂപയാണ് നിങ്ങളുടെ നെറ്റ് സാലറി ഒരു മാസത്തെ. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിലാണ് നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള ടാക്സ് കുറയ്ക്കുന്നത്. ജനുവരി മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല? ആൻറ്റിസിപ്പേറ്ററി കാൽക്കുലേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല. ഫെബ്രുവരിയിൽ അടച്ചാൽ മതിയല്ലോ എന്നാണ് അദ്ദേഹം കരുതിയത്. ഫെബ്രുവരിയിലെ ശമ്പളം പ്രോസസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ടാക്സ് കണക്ക് കൂട്ടിയെടുത്തു. അദ്ദേഹത്തിന് നെറ്റ് ടാക്സായി അടയ്ക്കേണ്ടത് 42,000 രൂപയാണ്. കയ്യിൽ കിട്ടുന്ന എത്രയാ? 35,000 രൂപ. ആ തുക നമുക്ക് കിട്ടുകയില്ല. അധികമായി 7,000 രൂപ കൂടി അടയ്ക്കുകയും വേണം. എന്നാൽ ഇദ്ദേഹം ജനുവരിയിൽ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് കണക്കൂട്ടിയിരുന്നെങ്കിലോ? ആകെ ടാക്സ് 42,000 രൂപ. അത് പകുതി ജനുവരി ശമ്പളത്തിൽ നിന്നും ബാക്കി പകുതി ഫെബ്രുവരി ശമ്പളത്തിൽ നിന്നും അദ്ദേഹത്തിന് ഡിഡക്റ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും ഒരു 15,000 രൂപയെങ്കിലും കയ്യിൽ വാങ്ങാൻ കഴിഞ്ഞേനെ. പാല്, പത്രം, കുട്ടികളുടെ ഫീസ്, വണ്ടി വാടക തുടങ്ങി എല്ലാം ഫെബ്രുവരിയിൽ പെൻഡിങ് ആവാതെ നോക്കുകയും ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് ജനുവരിയിൽ തന്നെ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് കണക്ക് കൂട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് DDO നിങ്ങളോട് പറഞ്ഞതും അത് നിങ്ങളുടെ ഒരു ആവശ്യമായി മാറുന്നതും. ഇനി രണ്ടാമത്തെ സംശയം നോക്കാം. ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ ശമ്പളം പ്രോസസ്സ് ചെയ്യാതിരിക്കാമോ? അങ്ങനെ വല്ല സർക്കാർ ഉത്തരവും നിലവിലുണ്ടോ എന്നാണ്. സത്യത്തിൽ ഇതൊരു കുഴപ്പം പിടിച്ച സംശയമാണേ. ആദ്യമേ പറയട്ടെ, അങ്ങനെ ഒരു ഉത്തരവൊന്നും നിലവിലില്ല. എന്നാൽ ഇൻകം ടാക്സ് നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തിൽ നിന്ന് യഥാസമയം ഒരു തുക TDS ആയി പിടിക്കാൻ ടാക്സ് ഡിഡക്ടറായ DDOയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ DDO ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കുറേ പിഴപ്പലിശ അടയ്ക്കേണ്ടിയും വരും. ഈ പിഴപ്പലിശയെ പറ്റിയൊക്കെ വളരെ വിശദമായി മറ്റൊരു വീഡിയോയിൽ വർക്കിംഗ് ക്ലാസ് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള I ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും ആ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്നും അയാളുടെ ഇൻകം ടാക്സ് പൂർണ്ണമായി പിടിക്കാൻ കഴിയില്ലെന്ന് ഉത്തമ ബോധ്യം DDOയ്ക്ക് ഉണ്ടെങ്കിൽ മുൻകൂർ അറിയിപ്പ് കൊടുത്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം തടഞ്ഞു വയ്ക്കാം. ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നൽകുന്നുവോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശമ്പളം പ്രോസസ് ചെയ്താലും മതി. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? ജനുവരിയിൽ ശമ്പളം പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപായി ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കണം. അടുത്ത സംശയം, ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കണോ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. രേഖകളെല്ലാം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം ഹാജരാക്കിയാൽ മതി. എന്നാൽ നിങ്ങൾ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന രേഖകളെ സംബന്ധിച്ച് ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഉദാഹരണമായി നിങ്ങൾക്ക് ഹോം ലോണിൻ്റെ പലിശ 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ ഉണ്ടെന്ന് വയ്ക്കുക. അതെത്ര വരുമെന്ന് നമ്മൾ ആദ്യമേ കണക്ക് കൂട്ടണം. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി അതിൽ നോക്കി നമ്മൾ ആ എമൗണ്ട് ഇതിൽ രേഖപ്പെടുത്തണം. അതുപോലെ മെഡിക്ലെയിം, ഡൊണേഷൻ, ATC, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന കിഴിവുകൾ, ചികിത്സയ്ക്ക് എന്തെങ്കിലും ചിലവായിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ എല്ലാം എമൗണ്ട് എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കണം. അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെ കുറയ്ക്കാനാകുമെന്നുള്ളതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കി ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഉൾപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ഇനി ഡിഡക്ഷൻസ് ഒന്നും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൽ നൽകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
DDOയ്ക്ക് അറ്റ കൈക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. സ്പാർക്കിൽ നിന്നും അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പം സാധിക്കും. സ്പാർക്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ. അതും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശമ്പളത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് അല്ലാതെ മറ്റൊരു ഡിഡക്ഷനും അദ്ദേഹം ഉൾപ്പെടുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനില്ല. അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ഡിഡക്ഷനും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വരികയും അതിൻ്റെ ഫലമായി ഒരു ഭീമമായ തുക നിങ്ങൾക്ക് ടാക്സായി അടയ്ക്കേണ്ടതായി വരികയും ചെയ്യും. ചുരുക്കത്തിൽ ജനുവരി മാസത്തിലെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിങ്ങൾ കൃത്യമായി ശമ്പളം പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപായി നൽകിയിരിക്കണം. ഇപ്പോൾ ഡേറ്റ് 20ഓളം ആയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ഓഫീസുകളിലും ശമ്പളമൊക്കെ 25 കൂടി പ്രോസസ്സ് ചെയ്യും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? IT സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം ടാക്സിൻ്റെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കണം. വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒന്നിലധികം വീഡിയോകളുണ്ട് എങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതിനെ പറ്റി. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് നോക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരുടെയെങ്കിലും വീഡിയോകൾ നോക്കിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിനിമം ഒന്ന് ലൈക്ക് ചെയ്ത് പോവുകയെങ്കിലും ചെയ്യണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.